നമുക്ക് വളരെ വേഗത്തിൽ വയനാട്ടിലേക്ക് പോകാം. ഇപ്പോൾ കുഞ്ഞുങ്ങളുമായി സ്റ്റുഡൻസ് ഓൺലി ബസ് പുറപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമീപം നീലിക്കാപ്പിന് സമീപത്ത് നിന്ന് കുഞ്ഞുങ്ങളുമായി ആ സ്കൂൾ ബസ്സുകൾ വരിവരിയായി മേപ്പാടി സ്കൂളിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുട്ടികളെ ഇങ്ങനെ അതിൽ കയറ്റി അയക്കുകയാണ്. സൗജന്യമാണ് ആ ബസ് യാത്ര എന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ ബസ് ഒരുക്കിയിരിക്കുന്നത്. സൗജന്യ പാസോടെ സർക്കാർ സംവിധാനങ്ങൾ കുട്ടികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ചൂരൽമലയുടെ സമീപത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ മേപ്പാടി സ്കൂളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കാത്തു നിൽക്കുകയാണ് കുഞ്ഞുമക്കളെ വരവേൽക്കാൻ, സ്വീകരിക്കാൻ. സ്റ്റുഡൻസ് ബസ്സാണത്, സ്കൂൾ ബസ് എന്ന് സ്കൂളെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട KSRTC ആനവണ്ടി, ആ വണ്ടിയിലാണിതാ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ചിരിയും കളിയുമായി അവർ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ കുറച്ച് സമയം മുമ്പ് ആ സ്കൂൾ മുറിയിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ ഇതാ കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവരുടെ മുഖത്ത് ചിരിയുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ട് തനിയെ ബസ്സിൽ കയറി പോകുന്നതിൻ്റെ ഒരു അമ്പരപ്പ് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഹാപ്പിയാണ്. അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയാണ് ഇന്ന് ഈ സമയത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമെന്ന് നമുക്ക് പറയാൻ കഴിയുക. ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നിമിഷം തന്നെയാണ് ഈ കടന്നു പോകുന്നതും. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. മേപ്പാടി സ്കൂളിലൊരു പുനഃപ്രവേശനോത്സവം, വീണ്ടും അവരെ സ്വീകരിക്കുകയാണ്. അനൂപേ, ഇതാ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. സ്റ്റുഡൻസ് ബസ്സിൽ നമ്മുടെ KSRTC സ്കൂൾ ബസ്സായി മാറിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂളിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര കൂടിയാണ് അവർക്ക്. മനു പറഞ്ഞതുപോലെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്ന 3 ബസ്സാണ് ഇപ്പോൾ ഇതിലെ വന്നത്. 3 സ്റ്റുഡന്റ് ഓൺലി ബസ്സുകൾ ഇപ്പോൾ ഇതിലേക്ക് കേൾക്കാവോ? ഒന്നുറക്കെ പറഞ്ഞേ. മനു, ഇപ്പോൾ വന്ന ദൃശ്യം കാണാവോ? ദൃശ്യങ്ങൾ കാണാം. കുട്ടികൾ പോകുന്ന എനിക്ക് ദൃശ്യങ്ങൾ, ബസ് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അനൂപിന്റെ ശബ്ദം അത്ര കേൾക്കാൻ പറ്റുന്നില്ല. മനു, ഇതാ ഞങ്ങളിപ്പോൾ ഈ ചൂരൽമലയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്റ്റുഡൻറ് ഓൺലി ബസ്സിലാണ്. കുട്ടികൾ, ചൂരൽമലയിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് മേപ്പാടി സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 സ്റ്റുഡൻറ് ഓൺലി ബസ്സുകളാണ് ഇന്ന് ചൂരൽമലയിൽ നിന്ന് സർവീസ് നടത്തുന്നത് മേപ്പാടി സ്കൂളിലേക്ക്. അതിൽ ഒരു ബസ്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. 2 ബസ്സുകൾ നേരത്തെ പുറപ്പെട്ടു. അതിന് ഔപചാരികമായൊരു ഉദ്ഘാടനം എല്ലാം ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഈ കുട്ടികൾ ഈ ചൂരൽമലയിൽ നിന്നും അതുപോലെ തന്നെ മുണ്ടക്കയിലെയും അതിന് തൊട്ട് താഴെയുള്ള നീലിക്കാപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഈ ബസ്സിനെ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇവിടെ നിന്ന് പ്രത്യേക സർവീസാണ് KSRTC നടത്തുന്നത്. അതോടൊപ്പം ഇതിലെ പോകുന്ന സ്വകാര്യ ബസ്സുകളിലും ഇത്തരത്തിൽ സൗജന്യ പാസ് നൽകിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ പാസ്. മറ്റ് ഈ KSRTC ബസ്സുകൾ ഈ വിധത്തിൽ ഇതേപോലെ തന്നെയാണ് പോകുന്നത്. അതായത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായാണ് അവിടേക്ക് പോകുന്നത്. ഏതായാലും മറ്റ് സ്ഥലങ്ങളിൽ കൂടിയുണ്ട്. അതായത് ഈ പ്രദേശത്ത് നിന്ന് മറ്റ് വാടക വീടുകളിലേക്കും മറ്റും മാറി താമസിച്ചവരുണ്ട്. ആ മാറി താമസിച്ചവർ ഒക്കെ മറ്റ് പല പ്രദേശങ്ങളിലാണ്. ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ പ്രദേശങ്ങളിലാണ്. ആ പ്രദേശങ്ങളിലുള്ളവർ ആ മേഖലയിലൂടെ വരുന്ന KSRTC ബസ്സുകളിലും അതോടൊപ്പം സ്വകാര്യ ബസ്സുകളിലും ഒക്കെയാണ് സഞ്ചരിക്കുക. വിദ്യാർത്ഥികളൊക്കെ ഈ 1 മാസക്കാലം അവർക്ക് ഇവിടെ സ്കൂളിൽ പോകാൻ സാധിച്ചിട്ടില്ല. അവർ 1 മാസക്കാലമായി ഇങ്ങനെ വീടുകളിലും വാടക വീടുകളിലും എല്ലാം മാറി താമസിച്ച് ആണ്. പെട്ടെന്ന് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു വലിയ ആഹ്ലാദവും സന്തോഷവും ഒക്കെ അവർക്കുണ്ട്. എന്നാൽ വലിയൊരു ദുഃഖവും കൂടി അവർക്കുണ്ട്. പലർക്കും അവരുടെ കൂട്ടുകാരെ ഉൾപ്പെടെ നഷ്ടമായ സാഹചര്യം എല്ലാം ഉണ്ട്. എങ്കിലും അവർ ഈ വിധത്തിൽ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. അത് വെള്ളാർമല സ്കൂളിൻ്റെ അതേ യൂണിഫോമിലാണ് ഇപ്പോൾ ഇവരൊക്കെ പോകുന്നത്. എന്തൊക്കെയാ പേര്? മുഹമ്മദ് ആദിൽ, ഷാൻ റഹ്മാൻ, ഷിഹാബ് ബികെ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ പോണേ. സന്തോഷമുണ്ട്. പഴയ സ്കൂളാണ് ആയിരുന്നു ഇഷ്ടല്ലേ? അവിടെ എന്തൊക്കെയായിരുന്നു? കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ 2 കുട്ടികള് പോയി. ഞങ്ങൾക്ക് ഒരു പോയിന്റ് വിഷമൊക്കെ ഉണ്ട്. ആ സ്കൂള് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? അവിടെ പുഴയുണ്ടായിരുന്നു അല്ലേ? അവിടെ പോയി പഠിക്കായിരുന്നില്ലേ? അതെ, ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കാൻ പീറ്റിക്കും ഉച്ചക്കൊക്കെ പോയിരുന്നു. പിന്നെ ആ സ്കൂളായിരുന്നു ഇഷ്ടം? അടിപൊളി സ്കൂളൊക്കെ ആയിരുന്നു. ഇപ്പൊ പോകാനൊക്കെ സൗകര്യമാക്കി. ഇനി കുറച്ചു കാലം ഒന്ന് വേറെ മാറി പഠിക്കേണ്ടി വരും അല്ലേ? എന്നാലും കുഴപ്പമില്ല, നമ്മള് ഉഷാറാവും അല്ലേ? ഉഷാറായിട്ട് പഠിക്കും.
പഠിക്കും. അപ്പോൾ കുട്ടികളൊക്കെ പറയുന്നത് അവരെല്ലാവരും വലിയ അനുപേ, ഒരു പുതുതായി അനുപേ, അവിടെ തുറക്കുന്നതിന്റെ ഒരു മേപ്പാടി ആവേശം സ്കൂളിൽ അവർക്കുണ്ട്. അടിപൊളി നല്ല സംഭവങ്ങളാണ് സങ്കടങ്ങൾ. കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത്. ഏറ്റവും മേപ്പാടി സ്കൂളിലെ നല്ല ഗംഭീര ഒരു പ്രവേശനോത്സവം തന്നെയാണ് കാത്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവിടുത്തെ കാഴ്ചകൾ ഈ മക്കൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് വർണ്ണമനോഹരമായ കാഴ്ചകളാണ്. ദാ കുഞ്ഞു മോളൊക്കെ എത്ര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഈ സന്തോഷം തന്നെയാണ് അനൂപ് നമുക്ക് ഈ സമയം പറയാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ വാർത്ത എന്ന് പറയുന്നത്. വയനാട്ടിൽ നമ്മൾ കഴിഞ്ഞ ഒരു മാസം കണ്ട സങ്കടങ്ങൾ ഈ കാഴ്ചയിൽ നമുക്ക് മറക്കാം. ഈ കുഞ്ഞു മുഖങ്ങളിൽ വിരിയുന്ന പുഞ്ചിരികളോടെ നമുക്കത് മറക്കാം. അനൂപ്, ഞാൻ തൽക്കാലത്തേക്ക് മാറുകയാണ്. ആര്യ ഇനി അനൂപിനോടൊപ്പം തുടരും. ആര്യ ഉണ്ടാകും. ഏതായാലും അനൂപിന് തുടരാം, സംസാരിക്കാം. അതെ മനു, മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ചൂരമലയിലേക്കൊക്കെ ആദ്യ ദിവസങ്ങളിൽ വരുമ്പോൾ എത്ര മ്ലാനമായി, എത്ര മൂകമായി, എത്ര നിശബ്ദമായി കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. കുട്ടികളുടെ കളിച്ചിരികൾ, കുട്ടികളുടെ വർത്തമാനങ്ങൾ, പരിചയം പുതുക്കലുകൾ കൊണ്ടൊക്കെ ആ സ്ഥലങ്ങൾ വീണ്ടും ശബ്ദമാനമാവുകയാണ്. ആ സ്ഥലങ്ങൾ വീണ്ടും അതിൻ്റെ ചിറകുകൾ വീശി തുടങ്ങുകയാണ് എന്ന്, ഈ നാട് ഒരു അതിജീവനത്തിൻ്റെ ചിറകുകൾ വീശി തുടങ്ങുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ആ മഴയിൽ KSRTC ബസ്സിൽ ഇങ്ങനെ വിദ്യാർത്ഥികൾ അവരുടെ പുതിയ സ്കൂളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അതിജീവനത്തിന്റെ പാതയിലാണ് വയനാട്. ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പുനഃപ്രവേശനോത്സവം അല്പസമയത്തിനകം നടക്കും. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. വെള്ളാർമല GVHS മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ GLP സ്കൂൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. വെള്ളാർമല സ്കൂളിലെ 546 കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ 61 കുട്ടികൾക്കുമാണ് മേപ്പാടി ഗവൺമെന്റ് GHSSലും മേപ്പാടി APJ ഹാളിലും അധിക സൗകര്യമൊരുക്കിയത്. അനൂപാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ സൗജന്യ KSRTC ബസ്സിലെ യാത്രയിലാണ്, സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. അല്പസമയത്തിനകം തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തും. അതിനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.